എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിറ്റി വാലി ട്രാവൽ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു ഫൈനൽ എപ്പിസോഡാണ് കേട്ടോ. നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് കസയിലാണ്, സ്പിറ്റി വാലിയിലാണ്. ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി, ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ 9. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 9-ാം തീയതി വെള്ളിയാഴ്ചയാണ്. കസയിലാണ്, സ്പിറ്റി വാലിയിലാണ് നമ്മളുള്ളത്. നമ്മളിന്ന് റിട്ടേൺ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം കസയിൽ നിന്ന് നേരെ കൽപ്പയിലേക്ക്, കൽപ്പയിൽ നിന്ന് പിന്നീട് ഷിംലയിലേക്ക്, ഷിംലയിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക്. അപ്പം ഇനി അങ്ങോട്ട് എന്താ പറയുക, റിട്ടേൺ യാത്രയാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് പോകുന്ന വഴിക്ക് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലുള്ള സ്പിറ്റി വാലിയിലെ കുറച്ച് അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. കൽപ്പയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കിന്നൂർ കൈലാഷിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നീട് കൽപ്പയിൽ നിന്ന് നമ്മൾ ഷിംലയിലേക്ക് നാളെ പോകുന്നുണ്ടാവും. അപ്പം ആ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈനൽ എപ്പിസോഡായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അങ്ങനെ നമ്മുടെ സ്പിറ്റി വാലിയിലെ ട്രിപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കൽപ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് വണ്ടിയിൽ കയറി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കസയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കിത് ലിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് കേട്ടോ. മുകളിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്, പക്ഷേ താഴോട്ടുള്ള ആ ഒരു വാട്ടർഫോൾ മൊത്തം കണ്ട ഫ്രോസൺ ആണ് ആക്ച്വലി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പോകുന്ന വഴിയായിരുന്നു. ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കണ്ടില്ലേ, ഫ്രോസൺ വാട്ടർഫോൾസ്. അപ്പോൾ അതേ ഇവിടെ ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ബസ് കിടക്കുന്നുണ്ട് കേട്ടോ. കാസ ടു ഷിംല, കാസയിൽ നിന്ന് ഷിംലയ്ക്ക് പോകുന്ന ബസ്സാണ്. അതുപോലെ തന്നെ അവിടെ ഇൻഡോ ടിബറ്റർ ബോർഡർ പോലീസിൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ, കാസയിൽ നിന്ന് ആക്ച്വലി ഷിംലയിലോട്ട് വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ എപ്പോൾ വരും എപ്പോൾ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ അതേ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇൻഡോ ടിബറ്റർ ബോർഡർ പോലീസിൻ്റെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്.
അപ്പോൾ ഇതേ കിന്നൂർ കൈലാഷിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മൾ കൽപ്പ പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ ഒരു സൂയിസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം കിന്നൂർ കൈലാഷിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുത്തെ നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ആൾക്കാരൊക്കെ ദേ നിൽക്കുന്നു. അടിപൊളി, സൂപ്പർ. ആൻഡ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം താഴോട്ട് പോയിട്ടുള്ള റോഡൊക്കെ കാണാം കേട്ടോ. ദേ അവിടെ സൂം ചെയ്ത് കാണിക്കാൻ ദേ കണ്ടില്ലേ, ആ റോഡ് വഴിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടാബോയിലിട്ട് പോയിട്ടുള്ളത്. അതിനിപ്പുറത്തൊരു ചെറിയ റോഡ് കാണുന്നുണ്ട്, അതുവഴിയാണ് നാളെ നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ആൻഡ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ, കിടിലം വ്യൂ ആണ്. അപ്പോൾ നമ്മളിത് കിന്നൂർ കൽപ്പയിലുള്ള നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. കിടിലം ഒരു സ്റ്റേ ആണ് കേട്ടോ. നോക്കിക്കേ, അടിപൊളി. അപ്പോൾ അതേ നമ്മൾ കൽപ്പയിലെ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൽപ്പയിലെ റൂം താമസിക്കാൻ പോകുന്നത്. നല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിത് ഈ വിൻഡോ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നാളെ ഞാൻ കാണിച്ചാൽ ഇപ്പം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ നമ്മുടെ അവസാന സ്റ്റേയിലെത്തിയിട്ടുണ്ട് കൽപ്പ. നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ഷിംലയിലേക്ക് പോകും, പിന്നീട് നേരെ ഡൽഹിയിലേക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പിറ്റി വാലി എക്സ്പ്രഷനകത്തുള്ള അവസാന സ്റ്റേ ആണ് ഈ ഒരു കൽപ്പയിലുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്റ്റേയിലാണ്, കൽപ്പയിലെ സ്റ്റേയിൽ ബ്ലാസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആക്ച്വലി ഈ ഒരു സ്പിറ്റി വാലി എക്സ്പെഡിഷൻ്റെ ഫുൾ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഫുള്ള് നമ്മൾ ആക്ച്വലി തുടങ്ങിയത് ഷിംലയിൽ നിന്നാണ്. ഷിംലയിൽ നിന്ന് ദേ ഇങ്ങനെ വന്ന് സർഹാനിൽ സ്റ്റേ ചെയ്തു, സംഗ്ലയിൽ സ്റ്റേ ചെയ്തു, ദെൻ ഇങ്ങനെ പോയി നാക്കോയിൽ സ്റ്റേ ചെയ്തു, താബോയിൽ നിന്ന് കസയിൽ നിന്ന് നമ്മൾ കോമിക്ക് കിബ്ബർ ചിച്ചാൻ പോകാൻ പറ്റിയില്ല. ഇത് ആക്ച്വലി റൗണ്ട് ട്രിപ്പ് അടിച്ച് വരാനായിട്ട് പറ്റും. ഇവിടെ വന്നിട്ട് ചന്ദ്രതാലൊക്കെ പോയിട്ട് അതുവഴി നമുക്ക് നേരെ റോത്താങ് വഴി മണാലിയിൽ വന്നിട്ട് അങ്ങനെ ഒരു സർക്യൂട്ട് കണക്കടിക്കാൻ പറ്റും. പക്ഷേ വിൻ്ററിൽ അത് നടക്കത്തില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ മാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിട്ട് തിരിച്ച് ഈ റൂട്ടിൽ കൂടെ തന്നെ ഷിംല എത്തും. ഷിംല ഇവിടെ ഷിംല ഹൈ നേരെ ചണ്ഡീഗഡ് വഴി ഡൽഹി. അപ്പോൾ വെൽക്കം ബാക്ക്. ഫെബ്രുവരി 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി. നമ്മളിപ്പം കറൻ്റ് ഉള്ളത് കിന്നൂരിലാണ്. കൽപ്പയിൽ നമ്മുടെ കിന്നൂർ കൈലാഷ് റേഞ്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്പിറ്റി എക്സ്പെഡിഷൻ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആയിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഷിംലയിലേക്ക് പോകും. വൈകുന്നേരം ഷിംലയിലെത്തും. ഷിംലയിൽ നിന്ന് നമുക്ക് രാത്രി 9:30 മണിയോട് കൂട്ടിയിട്ടാണ് ഡൽഹിയിലേക്കുള്ള ബസ്. ഡൽഹിയിൽ നാളെ ഞായറാഴ്ച രാവിലെ എത്തും. അതോടുകൂടി നമ്മുടെ സ്പിറ്റി വാലി എക്സ്പെഡിഷൻ്റെ ഈ ഒരു വിൻ്റർ പരിപാടി ഇവിടെ എന്തായാലും കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. കൽപ്പ മാൻഷേഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കിന്നൂർ കൈലാഷ് റേഞ്ചിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു രക്ഷയും ഇല്ലാത്തതാണ്. ഇതേ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ റൂം. വേറൊരുത്തിനോടുണ്ടോ കിടന്ന് ഉറങ്ങുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഞാൻ നല്ലൊരു സൺറൈസ് കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ സൺറൈസ് അതിന് മുമ്പ് അപ്പുറത്ത് വന്നു. ഈ ഒരു മൗണ്ടൻ റേഞ്ചിൽ നല്ല പൊക്കം ഉള്ളതുകൊണ്ട് ഇവിടെ വരാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കും. പക്ഷേ ആ ഒരു സൈഡിൽ സണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാട്ടോ വരുന്നത്. താഴെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ സ്നോയുടെ ബാക്കി ഭാഗ്യങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. സ്ട്രീമൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഏതോ സൈഡിൽ കൂടെ. ഇത് ഫുള്ള് ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം ആപ്പിൾ മരങ്ങളാണ്. ആൻഡ് ഇവിടെ ഒരു നോക്കാൻ അടിപൊളി ഒരു മരം കിട്ടില്ല. ഫുള്ള് സ്നോ മൂടിയ മൗണ്ടൻ റേഞ്ചാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ കിന്നൂർ കൈലാഷ് അറിയായിരിക്കും, ലോർഡ് ശിവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു മൗണ്ടൻ സംഭവമാണ്. അവിടുത്തെ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൽപ്പ വില്ലേജിൽ നിന്നാണ് അങ്ങോട്ടുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ജൂൺ ജൂലൈ സമയത്ത് ഇവിടെയൊക്കെ അങ്ങോട്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. പക്ഷേ അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ് ഈ ഒരു കിന്നൂർ കൈലാഷിലോട്ടുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൽപ്പയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ ബിൽഡിങ്ങിൽ വന്നു, ഫ്ലോറിൽ വന്നു. അവിടെ നിന്നുള്ള കാഴ്ച കണ്ടു. അതെ കിട്ടില്ല വ്യൂ, ഒരു രക്ഷയില്ലാണ്ട.
മോനെ. അങ്ങനെ ഷിംലയിലേക്കുള്ള മടക്കയാത്രയിൽ നർക്കണ്ടയ്ക്കൊക്കെ മുമ്പുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ കൂടിയുണ്ട് ഷിംലയിലേക്ക്. അങ്ങോട്ട് പോയപ്പോൾ ഫുഡ് കഴിച്ച അതേ സ്ഥലത്ത് നിർത്തി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഷിംലയിലെത്തും. ഷിംലയിൽ നിന്ന് രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ബസ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ, അതായത് തിരിച്ച് ഇങ്ങോട്ട് കസയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഫുള്ള് ഫോഗിയും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല സണ്ണിയും കാര്യങ്ങളൊക്കെയാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തോ അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എനിവേസ് നമ്മൾ ഷിംലയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. പോകുന്നൊരു ലോക്കൽ ബസ്. അങ്ങനെ നമ്മുടെ ഫൈനലി എന്താ പറയുക, ഡൽഹിയിലേക്കുള്ള നമ്മുടെ ബസ് വന്ന് നിൽക്കുന്നുണ്ട്. കറൻ്റ് ഇപ്പോൾ ഷിംലയിലാണ് കേട്ടോ ഉള്ളത്. ഷിംലയിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ബസ്സിൽ കയറിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. നമ്മുടെ സ്പിറ്റി വാലിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഷിംലയുടെ നല്ല അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കണ്ടാ, ഫുൾ ഷിംലയാണ്. നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ്